നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആർ സുനിൽകുമാർ കെ ലാജി മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള 4ാമത് ജില്ലാതല വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. അമ്പലപ്പുഴ MLA ചില മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷണം ഔഷധമാണെന്ന സന്ദേശമുയർത്തി ലോക കരൾ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന ശൃംഖലയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. AIYF, മഹിളാ സംഘം, AISF എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തെക്കനാട് എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും വെൽഫെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഈ മാസം 21 മുതൽ 27 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വാർത്തകൾ വിശദമായി. ആർ സുനിൽകുമാർ കെ ലാജി മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള 4ാമത് ജില്ലാതല വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. അമ്പലപ്പുഴ MLA ചില മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പുഴ ബ്രദേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആർ സുനിൽകുമാർ കെ ലാജി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള 4ാമത് ജില്ലാതല വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഈ മാസം 27 വരെ 8 ദിവസങ്ങളിലായി കഞ്ഞിപ്പാടം വൈപ്പിൾ ജംഗ്ഷന് സമീപം കടുക്കത്തറ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് അമ്പലപ്പുഴ MLA ചിസലാം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കെല്ലാം ഉള്ള പോലെ തന്നെ ഏറെ വർഷങ്ങളായുള്ള ഒരു വളരെ ആഴത്തിലുള്ള ബന്ധം വ്യക്തിപരമായി ഉണ്ടായിരുന്നൊരു ആളാണ് സുനിയപ്പൻ. പല വിഷമഘട്ടത്തിലും അതെല്ലാം പരസ്പരം പങ്കുവയ്ക്കാനും ഒക്കെ അവസരമുണ്ടായിട്ടുള്ള ആളാണ്. ദൗർഭാഗ്യകരമായി നമ്മളെ വിട്ടുപിരിയുന്ന സാഹചര്യം വന്നു. നിശ്ചയമായി സുനിയപ്പൻ്റെ ഒരു ജീവിതത്തിലാകെയുള്ള ഒരു നില നോക്കിയാൽ ഇതുപോലെയുള്ള ഏത് സംരംഭങ്ങൾ നമ്മുടെ കഞ്ഞിപ്പാടത്തോ പരിസരത്തോ വന്നാൽ അതിനെല്ലാം ഏറ്റവും മുന്നിൽ നിന്ന് ഏത് നിലയിലേക്കുള്ള സഹായം ചെയ്യാനുമൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളായിരുന്നു എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് ഈ വേദിയിൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യം പറയേണ്ടതായിട്ടില്ല. അങ്ങനെ നമുക്കിടയിൽ ജീവിച്ച് നമ്മുടെ സഹോദരനെ പോലെ ഏതെല്ലാം അർത്ഥത്തിൽ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഒരുപാട് പേർ. ബ്രദേഴ്സ് ക്ലബിന്റെ ചെയർമാൻ കെ മദനൻ വൈപ്പിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നെടുമുടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മൻമഥൻ, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P രമേശൻ, അംഗം C ശ്രീകുമാർ, G മണിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ക്ലബ് കൺവീനർ P മണിക്കുട്ടൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഭക്ഷണം ഔഷധമാണെന്ന സന്ദേശമുയർത്തി ലോക കരൾ ദിനാചരണ പരിപാടി നടത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണം ഔഷധമാണെന്ന സന്ദേശമുയർത്തി ലോക കരൾ ദിനം സമുചിതമായി ആചരിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച സ്ഥാപനതല പരിപാടി ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ PK ബീന ചടങ്ങിൽ അധ്യക്ഷയായി. മലയാളികളിലെ നോൺ ഫാറ്റി ലിവർ സിറോസിസിന്റെ അപകടകരമായ വർധന സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നതെന്നും കൂടാതെ പ്രമേഹം ഉൾപ്പെടെയുള്ള ഇതര ജീവിതശൈലി രോഗങ്ങൾ കരൾ രോഗത്തിന്റെ ആക്കം കൂട്ടുമെന്നും ഗ്യാസ്ട്രോ എൻഡോളജിസ്റ്റ് ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചു. നാം കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഔഷധമായി മാറേണ്ടതെന്ന് ആശുപത്രി ഡയറ്റീഷ്യൻ ജെസി ട്രീസ ജോർജും ഓർമ്മിപ്പിച്ചു. ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ, ബിസ്മി സുനീർ എന്നിവർ സംസാരിച്ചു. ലിവർ ഈസ് എ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി. ഓക്കെ, അപ്പോൾ അത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ, കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, നമ്മൾ മലയാളികളാണ്, നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കരളിന് ഏറ്റവും കൂടുതൽ ദ്രോഹം നാം അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വ്യായാമമില്ലാത്ത ജീവിതശൈലി ഉൾപ്പെടെ നാം കഴിക്കുന്ന ഭക്ഷണ ശൈലി ഉൾപ്പെടെ ഒക്കെ തന്നെ ഈ അസുഖത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ. ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന ശൃംഖലയിൽ നിരവധി പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. AIYF, മഹിളാ സംഘം, AISF എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. AIYF, മഹിളാ സംഘം, AISF എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന ശൃംഖലയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു.
ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. AIYF-ന്റെയും മഹിളാ സംഘത്തിൻ്റെയും വിദ്യാർത്ഥി സംഘടനയായ AISF-ന്റെയും സംയുക്തമായി നമ്മുടെ ജില്ലയിൽ മൂന്നാമത്തെ ഘട്ട ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം കേവലം ഒരു ക്യാമ്പയിൻ കൊണ്ട് മാത്രം ഇതിനെതിരെ നമുക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 1-2 വർഷക്കാലമായി തന്നെ തുടർച്ചയായ ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഈ 3 സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ മണ്ഡലം കേന്ദ്രങ്ങളിൽ ഏപ്രിൽ 21 മറ്റേനാൾ ഒരു ബഹുജന ശൃംഖല സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ സാമൂഹിക, മത, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ പ്രമുഖന്മാർ ഈ പരിപാടിയിൽ അണിനിരക്കും. ജില്ലയിലെ വിവിധ മണ്ഡല കേന്ദ്രങ്ങളിലായിട്ടാണ് ബഹുജന ശൃംഖല സംഘടിപ്പിക്കുന്നത്. ഈ മാസം 21 നടത്തുന്ന പരിപാടിയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കളും പങ്കാളികളാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. AIYF ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ, മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ദീപ്തി അജയ്കുമാർ, AISF ജില്ലാ സെക്രട്ടറി ആദർശ് തുളസീധരൻ, പ്രസിഡന്റ് അജയകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തെക്കനാര്യാട് എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും വെൽഫെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഈ മാസം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തെക്കനാര്യാട് എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും വെൽഫെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഈ മാസം 21 മുതൽ 27 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ തെക്കനാര്യാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് വായനശാല ഗ്രന്ഥശാലയുടെ സുവർണ ജൂബിലി ആഘോഷം, അതോടൊപ്പം അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെൽഫെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും 2025 ഏപ്രിൽ 21 മുതൽ 27 വരെ വിവിധ സമ്മേളനങ്ങളും നാടകം, മെഗാ ഷോ, ഗാനമേള തുടങ്ങി മികവുറ്റ കലാപരിപാടികളും അതോടൊപ്പം തന്നെ കൈകൊട്ടിക്കളി, തിരുവാതിര, സിനിമാറ്റിക് ഡാൻസ്, കരോക്കെ, ചലച്ചിത്ര. തെക്കനാര്യാട് പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപം എവർഷൈൻ നഗറിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ മാസം 21 വിളംബര ജാഥയോടും ഫാൻസി ഡ്രസ് മത്സരത്തോടെയുമാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 21 വൈകിട്ട് നടക്കുന്ന സമ്മേളനം മുൻ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. 26 നടക്കുന്ന ജൂബിലി സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിക്കും. 27 നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തെ തുടർന്ന് പത്തനംതിട്ട ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയും വേദിയിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികളായ N ഓംപ്രകാശ്, PJ ഷാജി, R മംഗളാനന്ദൻ, KJ ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. R സുനിൽകുമാർ K ലാജി മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള 4ാമത് ജില്ലാതല വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. അമ്പലപ്പുഴ MLA ചിസ്ര മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷണം ഔഷധമാണെന്ന സന്ദേശമുയർത്തി ലോക കരൾ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന ശൃംഖലയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. AIYF, മഹിളാ സംഘം, AISF എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തെക്കനാര്യാട് എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും വെൽഫെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഈ മാസം 21 മുതൽ 27 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.